റാങ്ക് പട്ടിക വിപുലീകരിക്കാനുള്ള സർക്കാർ തീരുമാനം തള്ളിയ PSCക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം തള്ളാൻ PSCക്ക് അധികാരമില്ല എന്ന് കോടതി. സർക്കാർ നിർദ്ദേശം നിരാകരിക്കുന്നത് അധികാര പരിധി കടക്കുന്നതിന് തുല്യമാണ് എന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലു, സുപ്രീം കോടതിയുടെ വിമർശനങ്ങൾ എന്തൊക്കെയാണ്? അത് PSCയുടെ സ്വയംഭരണാധികാരവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ മുനിസിപ്പൽ കോമൺ സർവീസസിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ പുറപ്പെടുവിച്ച റാങ്ക് ലിസ്റ്റ് വിപുലീകരിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ PSCയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം PSC നിരാകരിച്ചിരുന്നു. ഇതിനെതിരായ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ PSCക്കെതിരെ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്. റാങ്ക് പട്ടിക വിപുലീകരിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഒരു തൊഴിൽദാതാവിനാണ് ഈ യോഗ്യത സംബന്ധിച്ചുള്ള മാനദണ്ഡത്തിലും അതുപോലെ തന്നെ ഈ എത്ര പേരെ തൊഴിലിന് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. അതിൽ PSCക്ക് യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു കൃത്യവും സുതാര്യവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതായത് ഒരു ജോലിക്ക് ആവശ്യമുള്ള ആളിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കൽ മാത്രമാണ് PSCയുടെ അധികാരമെന്നും അതിനപ്പുറത്തേക്കുള്ള PSCയുടെ എന്ത് ഇടപെടലിനെയും അധികാര പരിധി കടക്കുന്നതാണ് എന്നുമാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും PSCയും തമ്മിൽ വലിയ തോതിലുള്ള ഒരു ഭിന്നത നിലനിന്നിരുന്നു. കാരണം സംസ്ഥാനം രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഈ റാങ്ക് പട്ടിക വിപുലീകരിക്കാൻ നേരത്തെ PSC സമ്മതിച്ചിരുന്നില്ല. ഏതായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ, അതായത് റാങ്ക് പട്ടിക വിപുലീകരണം, യോഗ്യതാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കുവാൻ PSCക്ക് ബാധ്യതയുണ്ട് എന്നാണ് സുപ്രധാനമായ ഈ വിധി പ്രസ്താവത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാധു, വളരെ നിർണായകമായ ഒരു സുപ്രീം കോടതി ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. PSC ചെയ്യേണ്ടത് റാങ്ക് പട്ടിക തയ്യാറാക്കൽ, ഇതിനെ പരീക്ഷ നടത്തൽ, അതിനുള്ള മറ്റ് നിയമനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അറിയിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ, സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശം അതേപടി പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ഇടപെടലിലൂടെ, വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തൊഴിൽദാതാവ് സർക്കാരാണ്. അതെ, സർക്കാരാണ് തൊഴിൽദാതാവ് എന്നുള്ളത് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു.